ഹലോ, അനന്തുവാണ്, തരംഗം മീഡിയ. ഇന്ന് നമ്മൾ രതീഷേൻ്റെ വീട്ടിലോട്ട് വന്നാൽ കേട്ടോ. കാരണം അവിടെ കണ്ടത്തിലെ പെട്ടിയും പറയൊക്കെ വെച്ച് വെള്ളമൊക്കെ പറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ധാരാളം മീൻ കണ്ടത്തിലുണ്ട്. അപ്പോൾ രതീഷേട്ടന് ഒരു കുളമുണ്ട് കേട്ടോ. അവരുടെ വീടിൻ്റെ പുറയിലായിട്ട് തന്നെ ഒരു കുളമുണ്ട്. അപ്പോൾ അവിടുത്തെ പോളയെല്ലാം വാരിയിട്ടിരിക്കുകയെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. മീനുണ്ടെന്ന് പറഞ്ഞ് നീ വൈകിട്ട് വാ, നമുക്ക് വീശാം, കിട്ടുന്ന മീനെ നമുക്ക് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അപ്പുറത്ത് പാടശേഖരം എല്ലാം പറ്റുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിതേ ഞങ്ങൾ വന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് ഞങ്ങൾ വന്ന വഴി. ചിറയാണ്. രതീഷേട്ടൻ്റെ വീട് ദേണ്ട നേരെ അക്കരയിലാണ്. ദണ്ടാ കാണുന്നതാണ് രതീഷേട്ടൻ്റെ വീട്, ദണ്ടാ കാണുന്നത്. അപ്പം നേരെ നമുക്ക് അക്കരെ പോയിട്ട് രതീഷേട്ടൻ്റെ മീൻകുളമൊക്കെ കാണാം. അതിൻ്റെ അകത്ത് എന്തൊക്കെ മീനുണ്ടെന്നൊക്കെ നോക്കാം. അപ്പം ബാക്കി വിശേഷം നമുക്ക് നേരെ വള്ളം വരും. ഇപ്പം ഞങ്ങൾ ആറിന് ഇക്കരെ നിൽക്കുന്നുണ്ട്. അമ്പാടിയുണ്ട്, അമ്പാടി സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഇപ്പുറത്ത് പുറകെ കാണുന്ന പാടശേഖരം കേട്ടോ. അതിൻ്റെ ഒരു ചിറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് പമ്പയാറാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പമ്പയാറാണ്. അപ്പോൾ രതീഷേട്ടൻ അക്കരയിൽ നിന്ന് വള്ളത്തെ കയറിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. കണ്ടോ, രതീഷേട്ടൻ നിൽക്കുന്നുണ്ടോ? അപ്പം നേരെ ആ വള്ളത്തിൽ ഇക്കരെ വരും. ഇക്കരെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വള്ളത്തെ കയറാം, എന്നിട്ട് അക്കരെ പോവാം. അവിടെ പെട്ടിയും പറയൊക്കെ വെച്ച് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുക. നമുക്കതെല്ലാം കാണാം. അപ്പം അക്കരെ ചെന്നിട്ട് അടുത്ത വിശേഷത്തിലേക്ക് പോവാം. ഓക്കെ. ഗായ്സ്, ഞങ്ങൾ രതീഷേട്ടൻ വള്ളത്തെ വന്നു കേട്ടോ. രതീഷേട്ടൻ നല്ല ഉറക്കപ്പയായിരുന്നു കേട്ടോ. വിളിച്ച് പോക്കിയതാ. രഞ്ജപ്പനുണ്ട്, കൈ കാണിക്കടാ. രഞ്ജപ്പനുണ്ട്. ഞങ്ങളിത് ഇക്കരയ്ക്ക് വന്നു കേട്ടോ. ഇനി ബാക്കി നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. ഇത് ഞങ്ങൾ വീട്ടിൽ വന്ന് ഉണ്ടോ, ഞങ്ങൾ ഇക്കരെ വന്നു കേട്ടോ. ഇതേ ഒരു അച്ഛൻ വീശാൻ പോവാ കേട്ടോ. നമുക്ക് നോക്കാം വല്ലതും കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഉണ്ടോ, വീശിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് രതീഷേട്ടൻ്റെ ഒക്കെ മീൻകുളം കേട്ടോ. അവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. പിടിക്കാൻ തുടങ്ങിയില്ല, നമ്മളിതിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പാടത്തെല്ലാം വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തർ അവിടെ എല്ലാം ചേട്ടന്മാർ വീശുന്നുണ്ട്. നമുക്ക് ഇതാണ്ട് ഈ അച്ഛൻ വീശിയത് എന്തെങ്കിലും കിട്ടിയോ എന്ന് നോക്കാം. വേണ്ടതേ വയമ്പാ കേട്ടോ. ഉണ്ടോ, എന്നാ സെറ്റ്. വയമ്പ എന്താ നല്ല ഫ്രഷ് വയമ്പാ കിട്ടുന്നത്. കണ്ടോ, വേണ്ടതേ നല്ല കുട്ടനാടൻ പാടത്തുനിന്ന് കിട്ടുന്ന വയമ്പും ചൂടയും. ചെറിയ ചെറിയ മുരശ കണ്ടോ, ചെറിയ മുരശുണ്ട്, കോലയുണ്ട്. ഉണ്ടോ, ഉണ്ടോ. അച്ഛൻ പറയാണ് തവളയൊന്നും പിടിക്കരുതെന്ന് പറയുമായിരുന്നു. നമ്മൾ തവളയെന്ന് പറഞ്ഞ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ ചൂണ്ടൽ ഉപയോഗിക്കുന്ന ഫ്രോഗാ കേട്ടോ, മറ്റേ തവളയല്ല. ഉണ്ടോ, ഗൈസ്, അവിടെ അപ്പുറത്ത് ദൂരെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. കണ്ടോ, അവിടെ രണ്ടുപേര് വല വീശുന്നുണ്ട്. കണ്ടോ, രണ്ടുപേര് വല വീശുന്നുണ്ട്. ഒരാൾ ദാണ്ട വെള്ളത്തിൽ ഇറങ്ങി തപ്പുന്നുണ്ട്. കണ്ടോ, അവരൊറ്റുമല്ലേ. അവരെ വീശിയപ്പം വല ഉടക്കിയത്. അപ്പോൾ അവരിറങ്ങി. ഈ ചാലാണ് കേട്ടോ. നമ്മുടെ കുട്ടനാട്ടുകാർക്ക് അറിയാം കേട്ടോ. ഈ കാണുന്നതാണ്, ഈ രണ്ട് ഇതിനകത്ത് കാണുന്നതാണ് ചാലാണ് കേട്ടോ. ഇതെല്ലാം പാടശേഖരമാണ്. അടുത്ത കൃഷിക്ക് വേണ്ടിയെല്ലാം വെള്ളമെല്ലാം പറ്റിച്ച് ഇങ്ങനെ നിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുക്കൂടി തന്നെ ഈ ഭാഗത്ത് വെള്ളം പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ നടുക്കൂടി ഈ ചാനലിനകത്തുകൂടിയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അവിടെയാണ് അച്ഛൻ വീശിക്കൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളെ മോട്ടോർ കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. തെന്നിക്കിടക്കോ ഇവിടെ മുഴുവൻ.
നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കൽക്കട്ടയിൽ കൂടാണ് ഞാൻ നടക്കുന്നത്. കണ്ടോ കണ്ടോ, ഇവിടെ എല്ലാം മീൻ മറിയുന്നുണ്ട്. കണ്ടോ കണ്ടോ, ഇവിടെ എല്ലാം മീനുണ്ട്. കണ്ടോ, ഇവിടെ ഓരോരുത്തർ വേണ്ട വീശിയിട്ട് പോകുന്നതാണ്. കണ്ടോ, വീശിയിട്ട് എടുക്കാതെ കളഞ്ഞിട്ട് പോകുന്ന മീനായത്. കണ്ടോ, ഇതുകൊണ്ട് ഇവിടെ എല്ലാം മീനാണ്. അതെ കണ്ടോ കണ്ടോ കണ്ടോ, അതേ വരാലുണ്ട്, വരാലാന്ന് തോന്നുന്നു, വലിയ മീനാണ്ട. കണ്ടോ കണ്ടോ, ഇവിടുന്ന് എല്ലാം പോകുന്നുണ്ട്. കണ്ടൊരു വീശുന്നുണ്ട്. കണ്ടോ കണ്ടോ, ഇതാണ് പെട്ടിയും പറയാം കേട്ടോ. ഇതാണ് പറക്കുഴി. അപ്പം ഇവിടുന്ന് ഈ ചാല് ഇവിടുന്ന് കണ്ടത്തിൽ നിന്ന് എല്ലാം വരുന്ന വെള്ളമാണ്. ഇതാണ് ഈ ഒഴുകി എത്തുന്നത്. ഇത് ഒഴുകി വന്നിട്ട് ഈ പെട്ടി വഴി കറങ്ങി വെള്ളം ആറ്റിലേക്ക് പോവാം. അവിടെ മുട്ടിട്ടിട്ടാണ് പെട്ടിയും പറയാൻ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ചേട്ടൻ വീശുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഈ കണ്ടത്തിലെ മീൻപിടുത്തമാണ് കേട്ടോ കുട്ടനാട്ടിൽ. കാരണം പാടശേഖരങ്ങളെല്ലാം വെള്ളം പറ്റിച്ച് കൃഷിക്ക് ഒരുക്കുന്ന സമയമാണ്. അപ്പോൾ ഇഷ്ടംപോലെ മീൻപിടുത്തം നടക്കും. കണ്ടോ, പള്ളത്തിയൊക്കെയാന്ന് തോന്നുന്നു. കണ്ടോ കണ്ടോ, ആ ചേട്ടൻ വലയും കൊണ്ട് പോവാണ്. മേളിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ഇത് കണ്ടോ, ഇതാണ് പെട്ടിയും പറയും, കുട്ടനാട്ടിലെ പെട്ടിയും പറയും. അപ്പോൾ രജിഷേറിനൊക്കെ അവിടെ എങ്ങനെ പറ്റിക്കാമെന്നുള്ള പ്ലാനിങ് ആണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മുടെ മീൻപിടുത്ത സ്ഥലത്തെ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ള പരിപാടി നമുക്ക് നോക്കാം. ഓക്കെ. ആ അച്ഛൻ ഒന്നും കൂടി വല വീശിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി വല വീശിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ വലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഉണ്ടത്, അവിടെ എല്ലാം മീൻ പിടയ്ക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഉണ്ടോ, ചൂടയാ കേട്ടോ. ഉണ്ടോ, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ മീൻപിടുത്തത്തിലേക്ക് പോവാം. ഓക്കെ, ബാ. ഗൈസ്, നമ്മൾ വരാലിനെ കണ്ടുകൊണ്ട് തെറ്റുന്ന കേട്ടോ. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. രണ്ടും കൽപ്പിച്ച് നമ്മൾ തെറ്റാൻ പോവാ. ഒന്ന് പൊങ്ങി വന്നോട്ടെ, ബാക്കിയെല്ലാം ഗൈസ്, രേഷേടം വീശാൻ പോവാട്ടോ. അപ്പോൾ അതെ ഫസ്റ്റ് വല നമ്മൾ വീശാൻ പോവാണ്. വീശിയിട്ടുണ്ട്. അതിനകത്ത് മീൻ എന്നൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, വീശിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വല വലിക്കാൻ പോവാ. ഞാൻ ഇവിടെ നമ്മുടെ തെറ്റാലി ആയുധമായിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ അനങ്ങിയുണ്ട്. ഇപ്പോൾ ഇനി ഇങ്ങോട്ട് കയറി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഒരെണ്ണം കിട്ടി. ഒരെണ്ണം എനിക്ക് കിട്ടിയായിരുന്നു. അവൻ അവിടെ നിന്ന് അപ്പുറം നിന്ന് സൂം ചെയ്ത് എടുത്തായിരുന്നു. എത്രത്തോളം ക്ലിയർ ആയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ അകത്തെ മീനെല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. ഒരു കൊഞ്ചുണ്ട് കേട്ടോ. ആണ്ടാ രേഷനെ എടുക്കുന്നു. ഞാൻ ഇപ്പുറത്ത് ഞാൻ നമ്മുടെ ആയുധമായിട്ട് നോക്കിയിരിക്കുവാണ്. എനിക്ക് ഒരെണ്ണത്തിനെ ഇപ്പം കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പം അവിടെ വെള്ളം അനങ്ങിയോണ്ട് എല്ലാം താന്നിട്ടുണ്ട്. എടാ അമ്പാടി പറഞ്ഞോ, അവിടേക്ക് അത് കാണിച്ചു. ഫേസ് ഒരു കുറുവയും ഒരു തൂളിയും മാത്രമേ ഇതുവരെയായിട്ട് കണ്ടുള്ളൂ. വാടാ വാടാ വാടാ.
ഗൈസ് അടുത്ത് വരാലിനെ പിടിച്ചിട്ടുണ്ട്. ഗൈസ് അടുത്തന്നെ കിട്ടി ഗൈസ്. ഗൈസ് രതീഷേട്ടൻ വല വീശിയിട്ടുണ്ട്. ടാടാ. ചാച്ചി വന്നില്ലേ ഇതുവരെ? മാറാ ഒരു തൂളിയുള്ളൂ ഗൈസ്. ഗൈസ് ദേ ഞങ്ങള് രാത്രിയിലെ ഫിഷിങ്ങും കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ നല്ല സെറ്റപ്പ് വൈബാണ് കേട്ടോ. രതീഷേട്ടൻ മുന്നേ ഉണ്ട്, അമ്പാടി അതിൻ്റെ തൊട്ട് പുറകെ, അതിൻ്റെ പുറകെ നമ്മുടെ തെറ്റാലിയായിട്ട് ഞാനുണ്ട്. എടീ കൊണ്ട് അടുത്തൊരു സൈസ് വരാല് ഗൈസ്. ഇന്ന് ഗൈസ് നമ്മുടെ ഭാഗ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട്. ഇതാണ് വരാല്. ഗൈസ് നമ്മളിത് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം രാത്രിയാണ്, ഫോണിൻ്റെ ഏകദേശം ഒരു വെട്ടവും പിന്നെ നമ്മൾ അടിക്കുന്ന ടോർച്ചിൻ്റെ പോയിൻ്റ് വെട്ടത്തിലാണ് നോക്കുന്നത്. ഏകദേശം ഒരു ധാരണ വെച്ചാണ് തെറ്റുന്നത് കേട്ടോ. എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ 5-8 അടി അടിച്ചു. അതിൽ നമുക്ക് ഒരു 3-4 വരാലും ഒരു നല്ല അടിപൊളി ഒരു കരിമീനും കിട്ടി കണ്ടോ. ഫുള്ള് ഇരുട്ടാണ്. രേഷേട്ടൻ കുറച്ച് നേരത്തേക്ക് വീശി നിർത്തിയിരിക്കും കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ ഈ തെറ്റുന്നത്. ഞാനിനിയും കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്നില്ല. ഇത് ഇപ്പം നോക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഞാനപ്പോൾ ഏതായാലും തെറ്റാലും ലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് വന്നിരിക്കുക. ഇവിടെ നിന്ന് അടിച്ചു നോക്കി. അല്ലല്ല അവിടെ അടിച്ചേ, ഇതിവിടെ അടിച്ചേ, ഇവിടെ അത് വരാനാണോ? അല്ല അവിടെ ഇവിടെ അടിച്ചേ. ഗൈസ് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒച്ചത്തിൽ സംസാരിക്കാനും പറ്റത്തില്ല. കാരണം അനക്കം വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഇത് ആ സെക്കൻഡ് ഇത് മറിയും. പിന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇനിയും കേട്ടോ മീൻ. കാരണം ഇതിനകത്ത് മീൻ വന്നിരിക്കുന്നത്, കാരണം ഈ കൃഷി തുടങ്ങിയ കാലം തൊട്ട് വെള്ളം കിടക്കുന്നതുകൊണ്ട് അതിനകത്ത് വന്ന് കിടക്കുന്ന മീൻ നമ്മുടെ സ്ഥലം കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് രാത്രി മീൻ പിടിക്കുന്നത്. ഗൈസ് രതീഷേട്ടൻ വീശു കേട്ടോ. അത് കിട്ടിയില്ല. രതീഷേട്ടൻ അവിടെ ഇരുന്ന് വീശാണ്. അത് ഒരു വീണതല്ല. കൊടയല്ലേ ഗൈസ്. ഒരു വാള കിട്ടി കേട്ടോ. വലിയ വാളയല്ല, ചെറിയ വാള. വാ കൊഞ്ചിനെങ്ങനാ കിലോ? 800. ഓരോ മിനിറ്റ് വെച്ചാൽ കൂടുവാണോ? ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ ഒറ്റ ഞാൻ നിങ്ങളെ കൊഞ്ചിനകത്ത് കാണണേ വീടല്ലേ.
ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് വലിച്ചാൽ പോരെ. കിട്ടാനുള്ളതാണ് എപ്പോൾ വലിച്ചാലും കിട്ടും. മീനുണ്ട്. പിന്നെ അത് അവിടെ ഇതാ ഇതാ ഉണ്ട്. കണ്ടേ കൊഞ്ച്, ഞാൻ പറഞ്ഞില്ലേ അടി കൊണ്ടോ കൊഞ്ച? അല്ല, നോക്കിക്കേ അടി കൊണ്ടിട്ടുണ്ടോന്ന്. കാല് പോലെ എടുക്കാം. പിടിക്കോ? ഏതിനെ? എനിക്ക് പേടിയാ, കടിക്കും. അടി കൊണ്ടോ കൊഞ്ചാണോ? അല്ലല്ലോ. അല്ല അങ്ങനെ പിടിച്ചോ, വല അപ്പുറത്തോട്ട് പോകാം. ഗൈസ് അവിടെ രജിസ്റ്റേഷൻ അടുത്ത വല വീശിയിട്ട് വല പൊക്കി കേട്ടോ. അവിടെ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കൊഞ്ചുണ്ട് കണ്ടോ. വേറെ അതിൻ്റെ തൊണ്ടോന്ന് വല കുടഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു കൊഞ്ചുണ്ട് കണ്ടോ. പിന്നെന്താ കണ്ടോ, വീശി പിടിക്കുന്ന കേട്ടോ. ഓക്കെ, അടുത്ത വല ഇത് കുടഞ്ഞിട്ട് വീശാം. ഗൈസ് ദേ നമ്മുടെ കണ്ടത്തിൽ വേറെ ഒറ്റുകാരുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് കിട്ടിയതാണ്. ഉണ്ടോ, കരിമീനുണ്ട്, ചെറുമീനുണ്ട്, കൊഞ്ചുണ്ട്, വരാറുണ്ട്. ഉണ്ടോ, കുറേ നേരം കേട്ടോ. അവർ ഒരു 4-5 മണിക്കൂറായി അവർ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് കിട്ടിയതാണ് കേട്ടോ. എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. ഗൈസ് ഇത് രജിഷടം വീശാൻ പോകട്ടോ. ലൈറ്റ് ഇട്ടിട്ടില്ല, വേറൊന്നും കൊണ്ടല്ല, മീൻ പോവും. അത് കാരണം ലൈറ്റ് ഇട്ടിട്ടില്ല. ഇതിപ്പോൾ വീശി കഴിയുമ്പോൾ ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ഗൈസ് വീശിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, ചാടുന്നുണ്ട് മീൻ. ഇനി വല വലിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എന്താ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ് നമുക്ക് ഈ ഒരു വലയ്ക്കും കൂടി കൊഞ്ചുണ്ട് കേട്ടോ. കണ്ടോ കൊഞ്ചിനെ കണ്ടോ, നല്ല നാടൻ കൊഞ്ച് കണ്ടോ. കണ്ടോ, ഇത് അടുത്ത വല രജിഷേട്ടൻ വീശാൻ പോകാം കേട്ടോ. രജിഷേട്ടൻ്റെ വീട്ടിലെ 3 പട്ടിയുണ്ട് കേട്ടോ. അവന്മാർ 3 കൂടി കയറുന്ന വെള്ളം വെക്കുന്ന. ഞാൻ വീശി കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടാം. രജിഷേട്ടൻ വീശാൻ പോകട്ടോ. വീശി കഴിഞ്ഞിട്ട് ലൈറ്റ് ഇടാം. രജിഷേട്ടൻ വീശിയിട്ടിട്ടുണ്ടോ. ഗൈസ് ഈ പട്ടി ഭയങ്കര ശല്യം കേട്ടോ, വല വലിക്കുന്നുണ്ട്. നമുക്ക് ഈ വലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വല വലിച്ചു കയറുന്നേ ഉള്ളൂ. ഗൈസ് നമുക്ക് 2 വാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വാളയുണ്ട് ഗൈസ്. ഗൈസ് നമുക്കിത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊഞ്ചുണ്ട് കേട്ടോ. ഒരു കൊഞ്ച്
കുറുവ, വാള. ഉണ്ടോ, ഡേഞ്ചറായി സാധനത്തിന് കേട്ടോ. അത് കാരണം കിട്ടിയാൽ ഇരിപ്പതാണ് കടി. ഉണ്ടോ, പറഞ്ഞു തന്നപ്പോൾ ഏഷ്യായിട്ടൊരെണ്ണം കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു, കിട്ടിയില്ല. കാണിക്കാവേ, വലയിൽ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം, സെറ്റായിട്ട് കാണിച്ചു തരാം. എന്താ പറയുക, ഇത്ര ഈ കാല് കളയാതെ എടുക്കുന്നത് വെച്ചാൽ കാല് കളഞ്ഞ് നമ്മൾ ഇത് കൊടുക്കാൻ കൊണ്ടുവന്നാൽ അതിന് വില കിട്ടത്തില്ല. കാലോട് കൂടിയേ വില കിട്ടത്തുള്ളൂ. കണ്ടോ ഉണ്ടോ? ഓടാ നീയൊക്കെ വിരിയിടും. എൻ്റെ രജിസ്റ്റേട്ടന് അതിനായിട്ട് അമ്മാനെ പാടുന്നു. കണ്ടോ, അതുകൊണ്ട് കൊണ്ടുവരാം. ഗായ്സ്, ഒരു കുറുവ, സൂപ്പർ കുറുവ ഉണ്ടായിരുന്നു ഗായ്സ്. ഞാൻ വീശി, പക്ഷേ കിട്ടിപ്പോയില്ല. കണ്ടോ ഗായ്സ്, ഇവനെങ്ങനെ വിടും? കണ്ടോ ഇവനെങ്ങനെ വിടും? ഇത്രയും കഷ്ടപ്പെട്ട് പിടിക്കുന്നതല്ലേ, കളയാൻ പറ്റുമോ? അതെ, വാള കണ്ടോ, കാണിച്ചിടാൻ പടി. വാള കിടക്കുന്നുണ്ടോ? വാള ദേ എൻ്റെ കയ്യിലൊരു മുഴുത്ത ഒരു കുറുവയുണ്ട്. കണ്ടോ, പിന്നെ അവൻ ഇങ്ങോട്ടൊരു വാള ഇട്ട്. കണ്ടോ ഉണ്ടോ? രഞ്ജപ്പായും തുറന്നടാ, ഇതിൻ്റെ ഇട്ടേ. അപ്പോൾ നമുക്ക് അടുത്ത വല ഈശ. രഞ്ജപ്പനും അമ്പാടിയോട് ചെമ്മീൻ പെറുക്കും കേട്ടോ. കണ്ടോ, 2 വാള ഇപ്പോൾ കിട്ടിയായിരുന്നു. ചെമ്മീനുണ്ട്, കൊഞ്ചുണ്ട്. കണ്ടോ, ചെമ്മീനും വേണം. രഞ്ജപ്പനിട്ടൊരു അടി കിട്ടിയിരിക്കുകയാണ്. അമ്പാടി വീശാൻ പോട്ടോ. അമ്പാടി വീശി വല വിരിഞ്ഞിട്ടുണ്ട്. രഞ്ജപ്പ ലൈറ്റ് അടിക്കടാ. ഇനി വലിച്ച് കയറ്റി വല വലിഞ്ഞ് കയറി വരിക കേട്ടോ. നമുക്ക് അമ്പാടിക്ക് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. കൊഞ്ചുണ്ട് ഗായ്സ്. വീശണം, മീൻ കിട്ടണം. കൊള്ളാം കേട്ടോ, ഇവൻ ഭാഗ്യമുള്ള കേട്ടോ. 1 2 3 എന്ത് 2 അല്ലേ ഉള്ളൂ? 1 2 3 4 ഗൈസ്, ഒറ്റ വീശിന് 4 കൊഞ്ച്. കണ്ടോ ഒരു കൊഞ്ച്, ഒരു കൊഞ്ച്. കണ്ടോ, ഓക്കെ 5 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. 4 കൊഞ്ചുണ്ട് ഗൈസ്. നമുക്ക് അവൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. കേട്ടോ, ഒന്ന് എടുത്തോട്ടെ. കാണിച്ചു തരാം. ഉണ്ടോ, രജിഷേട്ടൻ ഒരു കൊഞ്ചെടുക്കുന്നു. എൻ്റെ കാലിട്ടൊന്നും ഇടരുത് കേട്ടോ, എനിക്ക് അടികൊള്ളാൻ വയ്യ. ഇവർ തമ്മി കടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇളക്കല്ലേ, ഒരു സാധനം എടുക്കുമ്പോൾ ഇളക്കല്ലേ, ഇതിന് പണി കിട്ടും. ഗൈസ് വേണ്ടേ, ഞാനത് ആ കിട്ടുന്ന കാണിച്ചിട്ട് നിങ്ങളെ ഒന്നിച്ച് കാണിക്കാം കേട്ടോ. എടുക്കുന്നേ ഉള്ളൂ. കണ്ടോ, ഗൈസ് സാഹസ്യമായി അമ്പാടി എടുത്തോണ്ടിരിക്കുക കേട്ടോ. പേടിച്ചു, അങ്ങനെ ഒരു കടി കിട്ടുമോ എന്നുള്ള പേടി. തീർന്നോ ഗൈസ്? നമുക്ക് ഒറ്റ വിലക്ക് കിട്ടിയ കേട്ടോ, ഒറ്റ വിലക്ക് കിട്ടിയ കൊഞ്ച. കേട്ടോ, ഗൈസ് അടുത്ത വല അമ്പാടി എടുത്തിട്ടുണ്ട് കേട്ടോ. തള്ളി, നീ അങ്ങോട്ട് തള്ളി വെച്ചിക്കോ.
മതി 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 ഗൈസ്. നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വല വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തെളിവലയാണ് കേട്ടോ. അത് കാരണം ഈ വെള്ളം കൂടി പിടിച്ച് കഴിയുമ്പോൾ നല്ല വെയിറ്റാണ്. ഞാൻ വലിച്ച് കയറ്റുന്നുണ്ട്. എടാ വലിച്ച് കയറ്റണം. നമുക്ക് നോക്കാം ഈ വലയ്ക്കകത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. കൊഞ്ചോണ്ടാ ഒലക്കല്ല ഒലക്കണ്ട ഒലക്കണ്ട ഒലക്ക അല്ല ഗൈസ്, കൊഞ്ചല്ല കേട്ടോ, തൂളിയായിരുന്നു കേട്ടോ. അടിപൊളി 2 തൂളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊഞ്ചൊന്നും കിട്ടിയില്ല, നമുക്ക് 2 തൂളിയെ കിട്ടി കേട്ടോ. അപ്പോൾ വല ഒന്ന് തെളിക്കട്ടെ. ദേ കൊഞ്ചിനെ അടിച്ചു പിടിച്ചു കണ്ടോ. തെറ്റാലിയെ കൊഞ്ചിനെ ഒറ്റയടി കണ്ടോ. നല്ലൊരു കൊഞ്ചാണ്, അടിച്ചെടുത്ത കണ്ടോ. സെറ്റ് ഗൈസേ. നമ്മുടെ അടുത്ത വല അമ്പാടി വീശുക കേട്ടോ. ഗൈസ് വല വലിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ. കൊഞ്ചുണ്ടോടാ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒലക്കണ്ടാ. കരിമീനും കൊഞ്ചും ഉണ്ട്. ആ പൊളി ഗൈസ്, കണ്ടോ കരിമീന് കണ്ടോ. എന്നാ അനുഗ്രഹിച്ചാണോ? ഗൈസ് കരിമീനുണ്ട് കേട്ടോ. 2 അടിപൊളി കരിമീനുണ്ട്. എന്നാ അടുത്ത വല വിഷു കേട്ടോ. എന്നുവെച്ചപ്പോൾ പൊക്കി അടിക്കണം ഇങ്ങനെ മേളിൽ നിന്ന് പൊക്കി അടി. അതങ്ങനെ അങ്ങനെ ഗൈസ്. നമ്മുടെ അടുത്ത വല വീണ്ടും വീശു കേട്ടോ. അപ്പം ഇതിന് മീൻ എന്ത് കാണും ഒന്നും നമുക്കറിയത്തില്ല. വല കയറി വരുന്നേ ഉള്ളൂ. വാള 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 വാള. ചേട്ടൻ അവിടെ എടുക്കുവാടാ. ഇങ്ങോട്ട് വാ, വല ഇങ്ങോട്ട്. അതിന് നീ ഇറങ്ങാൻ പാടാ. ആ പൈപ്പേലാടാ പൊട്ടാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മീൻ പോയി. ഇല്ല, വാളയുണ്ട്. ചേറൂടായോണ്ട് ഭയങ്കര വീട്ടാണ്. ഗൈസ് 2 കൊഞ്ചുണ്ട് കണ്ടോ. 2 കൊഞ്ച്, ഒരു വാള കണ്ടോ. നമുക്ക് കാണാമല്ലോ കൊഞ്ചിനെ. ഗൈസ് നമ്മളിതേ ഇന്ന് വീശി പിടിച്ച കൊഞ്ചാ കേട്ടോ. കണ്ടോ, ഇന്ന് നമ്മൾ വീശി പിടിച്ച കൊഞ്ച കണ്ടോ. കണ്ടോ നമ്മളിന്ന് ഇട്ടോട്ടെ. ഇട്ടു അതെ. രവിശേട്ടൻ അതിനെ നാളെ ചന്തയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം അതിനെ വേറെ കന്നാസിലേക്ക് മാറ്റുക. കണ്ടോ, കാലൊടിഞ്ഞാൽ ഇടണ്ട അല്ലേ? വേണ്ടല്ലോ. കണ്ടോ, അതൊരു ഒറ്റക്കാലിന് 2 കാലം കൊണ്ടല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനൊന്നും ഇല്ലാണെങ്കിലും കാലുണ്ടെങ്കിൽ തൂക്കം കൂടും. കാലുണ്ടേ തൂക്കം കൂടും. വായിക്കാത്തൊരു ഒരു കാലും പോലും ഒരു കാര്യം പോലും എവിടുത്തെ അത് അതിൻ്റെ വിധിയാന്ന് കേൾക്കാം. നമ്മൾ വേണ്ടതേ ആ കൊഞ്ചിനെ മുഴുവൻ നമ്മളിതിനകത്തിട്ട് കണ്ടോ. അപ്പം നമ്മുടെ കൊഞ്ച് എല്ലാത്തിനും നമ്മൾ സേഫായിട്ട് നമ്മൾ ഇതിനകത്തിട്ട് കണ്ടോ. കണ്ടോ
അതിനെ കാലൊടിയാതെ ചന്തയിൽ കൊടുക്കണം, നല്ല വില കൂടുതൽ കിട്ടത്തുള്ളൂ. നമുക്ക് പിന്നെ ദേ തൂളി രജ പൈസ എടുത്തിടാം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വീശിയപ്പോൾ കിട്ടിയ തൂളി കേട്ടോ. ഉണ്ടതേ കരിമീനുണ്ട്, ഉണ്ടോ തൂളിയുണ്ട്. രഞ്ജപ്പൻ അതിൻ്റെ പുറകെ ഓടുക കേട്ടോ. നമുക്ക് ഒരു ശകലം മീനും കൂടി നമുക്ക് വലയിൽ കിടന്ന് എടുക്കാറുണ്ട്. അതും കൂടെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം നിർത്തുക. ഗൈസ് ദേ നമ്മൾ വീശിയ മീനെല്ലാം നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചത്തുപോകും. അത് കാരണം നമ്മൾ ഇതിൻ്റെ വലയ്ക്കകത്ത് ഇട്ടിരിക്കുമായിരുന്നു. നമ്മളിപ്പോൾ വീശ് നിർത്തിയുണ്ട് ആ മീനെല്ലാം കൂടി നമ്മളിത് പാത്രത്തിലോട്ട് ഇട്ടിട്ട് ജീവനുള്ള മീനെ തരം തിരിക്കുക കേട്ടോ. എന്നിട്ട് ഇട്ടാ അമ്പാടി എൻ്റെ തൊട്ടിട്ട് വെച്ചേ. എൻ്റെ കാണാൻ ഇതെല്ലാം മുഴുവൻ പിറക്കണം. കരിമീനില്ല ആ കൂട്ടത്തിൽ. കരിമീനില്ല രേഷിടാ. ഇല്ല. ഗൈസ് അപ്പോൾ നമ്മളിതേ ഓരോ സ്ഥലത്തോട്ട് തരംതിരിക്കുക കേട്ടോ. ഗൈസ് ദേ നമ്മളങ്ങനെ മീൻപിടുത്തം നിർത്തി കേട്ടോ. നമ്മൾ ജീവനുള്ള കൊഞ്ചിനെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ കറിക്കെടുത്താൽ കേട്ടോ. കണ്ടോ ഇതെല്ലാം ചത്തുപോയി കൊഞ്ച്. തെറ്റിപ്പിടിച്ച കേട്ടോ. ഇതാ തലയിൽ പാട് കണ്ടോ. കരിമീനെല്ലാം നമ്മൾ തെറ്റിപ്പിടിച്ച. വരാലും ഉണ്ട്, അതിനെല്ലാം നമ്മൾ തെറ്റാലിക്ക് പിടിച്ച. ഇത്ര മീൻ നമ്മൾ താണ്ട ഈ ഒരു കൊഞ്ചൊഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ തെറ്റിപ്പിടിച്ച. ആ വാളയാണേലും കരിമീനാണേലും എല്ലാം കണ്ടോ. അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം അടിപൊളിയായിരുന്നു. പിന്നെ താണ്ടേ എടാ നീ കൂടെ മാറ്റി വെച്ചടാ. നമുക്ക് വലയ്ക്കകത്ത് കിട്ടി വേറെ മീനും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുകൊണ്ട് നമുക്ക് കൊഞ്ച് വീശി കിട്ടിയത് ഇതിനകത്തുണ്ട് കണ്ടോ. വാളയും കൊഞ്ചും എല്ലാം ഇതിനകത്ത്. അത് നമുക്ക് നാളെ ചന്തയിൽ കൊടുക്കണ്ട. അപ്പോൾ അത് കാരണം നമ്മളത് വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് കിട്ടിയത് കണ്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.